ഡൽഹിയിലും കേരളത്തിലും മാസങ്ങളോളം നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ തലസ്ഥാന നഗരത്തിന്റെ ചരിത്രം പുതുക്കിയെഴുതുന്ന തീരുമാനമാണ് ബി കൈക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ ആദ്യ ബി മേയറായി വി രാജേഷിനെ നിയോഗിച്ച പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായമാണ് തുറക്കുന്നത്. ഭരണപരിചയവും രാഷ്ട്രീയ പരിചയവും തമ്മിൽ തുലനം ചെയ്തപ്പോൾ ഒരു ഘട്ടത്തിൽ മുൻ DGP ആർ ശ്രീലേഖയുടെ പേരും ശക്തമായി ഉയർന്നുവെങ്കിലും അന്തിമമായി തിരഞ്ഞെടുപ്പ് വീണത് വർഷങ്ങളായി തലസ്ഥാനത്ത് ബിജെപിയുടെ മുഖമായി പ്രവർത്തിച്ച വി രാജേഷിലേക്കാണ്. ഈ തീരുമാനം ഒരേ സമയം പ്രതീക്ഷയും ചർച്ചയും ഉണർത്തുന്നു. തിരുവനന്തപുരം മേയറായി വി രാജേഷിനെ നിയോഗിച്ചത് നാഗ്പൂരിലെ RSS നേതൃത്വമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുടെ നിലപാടാണ് നിർണായകമായത്. ഇത് ബിജെപിയുടെ ദേശീയ നേതൃത്വം അംഗീകരിച്ചു. RSS പാരമ്പര്യമുള്ളയാൾ മേയറാകാതിരിക്കുന്നത് തെറ്റായ രാഷ്ട്രീയ സന്ദേശം നൽകുമെന്ന് RSS നിലപാട് എടുത്തു. ബിജെപിയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റ് അത് ഉൾക്കൊണ്ടു. ബിജെപിയുടെ അടുത്ത ദേശീയ പ്രസിഡന്റ് ആകുമെന്ന് കരുതുന്ന നിതിൻ നബീൻ അടക്കം ഇതിനെ അംഗീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും RSSകാരൻ തന്നെ വരണമെന്നായിരുന്നു അഭിപ്രായം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതിനെ അംഗീകരിച്ചു. അങ്ങനെ വി രാജേഷ് മേയർ പദവിക്ക് തൊട്ടടുത്തെത്തുന്നു. 100 വർഷം RSS പ്രവർത്തനം തികയ്ക്കുമ്പോഴാണ് തിരുവനന്തപുരം രാജേഷിലൂടെ സംഘപരിവാർ സ്വന്തമാക്കുന്നത്. ബിജെപിക്ക് തിരുവനന്തപുരം എപ്പോഴും വെല്ലുവിളികളുടെ നഗരമായിരുന്നു. ശക്തമായ ഇടതുപക്ഷ വേരുകളുള്ള ഈ നഗരത്തിൽ പാർട്ടി വളർന്നത് കഠിനാധ്വാനത്തിലൂടെയാണ്. ആ വളർച്ചയുടെ സാക്ഷ്യപത്രമാണ് വി രാജേഷ്. വാർഡ് തലത്തിൽ നിന്ന് നഗരതല രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര സംഘടനാ പ്രവർത്തനത്തിന്റെ സ്ഥിരതയും നഗരത്തിന്റെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്ന രാഷ്ട്രീയ ബോധവും വ്യക്തമാക്കും. റോഡുകൾ, മാലിന്യ സംസ്കരണം, ഗതാഗത കുരുക്ക്, കുടിവെള്ളം, നഗര സൗന്ദര്യവൽക്കരണം ഇവയെല്ലാം തിരഞ്ഞെടുപ്പ് കാല വാഗ്ദാനങ്ങളായി മാത്രം ഒതുക്കാതെ തുടർച്ചയായ ഇടപെടലിലൂടെ ഉയർത്തിക്കാട്ടിയ നേതാവാണ് രാജേഷ്. അതേസമയം ആർ ശ്രീലേഖ എന്ന പേര് അവഗണിക്കപ്പെട്ടു എന്ന വികാരം പാർട്ടിയുടെ ഒരു വിഭാഗത്തിൽ നിലനിൽക്കുന്നു എന്നത് നിഷേധിക്കാനാവില്ല. കേരളത്തിന്റെ ആദ്യ വനിതാ DGP ആയ അവർ അഴിമതിക്കെതിരെ കർക്കശ നിലപാടെടുത്ത ഉദ്യോഗസ്ഥ എന്ന പ്രതിച്ഛായയോടെ പൊതുജന ബഹുമാനം നേടിയ വ്യക്തിയാണ്. അത്തരമൊരു വ്യക്തിത്വം നഗരഭരണത്തിന്റെ മുൻനിരയിൽ എത്തിയിരുന്നെങ്കിൽ അത് ശക്തമായ ഒരു പ്രതീകമായേനെ എന്ന ചിന്ത പലരിലും ഉണ്ടായി. ഇവിടെ വഞ്ചന എന്ന വാക്ക് കടുപ്പമാകാം. പക്ഷേ ശ്രീലേഖയുടെ അനുഭവവും പ്രതിച്ഛായയും പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനം യാഥാർത്ഥ്യമാണ്. എങ്കിലും ഒരൊറ്റ സ്ഥാനത്തിനപ്പുറം പാർട്ടിയുടെ ദീർഘകാല രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ അവർക്കും പങ്കുണ്ടാകുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. വി രാജേഷിന്റെ തിരഞ്ഞെടുപ്പ് ബിജെപി സ്വീകരിക്കുന്ന പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ സൂചനയാണ് എന്ന് വിലയിരുത്താം. ഭരണകൂടത്തിന്റെ മുകളിലത്തെ സ്ഥാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നഗരതല പ്രവർത്തനങ്ങൾക്കു കരുത്തുള്ള നേതാക്കളെ മുന്നിലെത്തിക്കണമെന്ന ചിന്തയാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ ജനങ്ങളുടെ ദിനംപ്രതി ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ഫലപ്രദമായ ഇടപെടലുകൾ നടത്താൻ രാഷ്ട്രീയ പരിചയവും പ്രാദേശിക അറിവും അനിവാര്യമാണ്. ആ അളവുകോലിലാണ് രാജേഷ് മുൻതൂക്കം നേടിയത്. ഇത് വെറും മേയർ നിയമനം മാത്രമല്ല, കേരളത്തിലെ ബിജെപിയുടെ ഭാവി യാത്രയുടെ ദിശാസൂചിക കൂടിയാണ്. വർഷങ്ങളായി പുറത്തു നിന്നുള്ള പാർട്ടി എന്ന മുദ്രകുത്തൽ നേരിട്ട ബിജെപി ഇനി നഗരഭരണത്തിലൂടെ തന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മാതൃകയായി മാറുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ മറ്റു നഗരങ്ങളിലേക്കും വ്യാപിക്കുമെന്നതിൽ സംശയമില്ല. സ്മാർട്ട് സിറ്റി ആശയങ്ങൾ, സുതാര്യമായ ടെൻഡർ നടപടികൾ, ഡിജിറ്റൽ സേവനങ്ങൾ, സ്ത്രീ സുരക്ഷ, യുവജനങ്ങൾക്ക് അവസരങ്ങൾ ഇവയെല്ലാം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിഞ്ഞാൽ ബിജെപി ഭരണം എന്നത് കേരളത്തിന് അപരിചിതമല്ല എന്ന സന്ദേശം ശക്തമായി എല്ലായിടത്തും എത്തും. ഇടതുപക്ഷവും കോൺഗ്രസും വർഷങ്ങളായി ഭരിച്ച നഗരത്തിൽ മാറ്റം എളുപ്പമല്ല. പക്ഷേ മാറ്റം അസാധ്യമാണെന്ന ധാരണ തകർക്കുകയാണ് ഈ നിയമനത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം. വികസന മുദ്രാവാക്യമായി മാത്രം ഒതുങ്ങാതെ സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കുന്ന ഭരണമാണ് ബിജെപി ലക്ഷ്യമിടുന്നതെന്ന് രാജേഷ് തെളിയിക്കേണ്ടതുണ്ട്. അഴിമതിക്കെതിരായ ശൂന്യ സഹിഷ്ണുത, ഉദ്യോഗസ്ഥ ജനപ്രതിനിധി ഏകോപനം, പൊതുജന പങ്കാളിത്തം ഇവയാണ് വിജയത്തിന്റെ താക്കോൽ. ശ്രീലേഖയുടെ വിഷയത്തിൽ പാർട്ടി കൈകാര്യം ചെയ്ത രീതി വിമർശന വിധേയമാകുമ്പോഴും അത് തിരുത്താനുള്ള അവസരം ഇപ്പോഴും തുറന്നു കിടക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. പാർട്ടിയിലെ വൈവിധ്യമാർന്ന കഴിവുകളെ ഒറ്റക്കെട്ടായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ വ്യക്തികളുടെ ഉയർച്ചയേക്കാൾ വലിയ രാഷ്ട്രീയ വിജയമാണ് ബിജെപിക്ക് നേടാനാവുക. ഒരു സ്ഥാനത്തേക്ക് ഒരാൾ മാത്രമേ വരൂ. പക്ഷേ ഒരു നഗരത്തിന്റെ മാറ്റത്തിന് നിരവധി കൈകൾ ആവശ്യമാണ്. വി രാജേഷിന്റെ മേയറായി സ്ഥാനാരോഹണം കേരള രാഷ്ട്രീയത്തിൽ ഒരു പരീക്ഷണമാണ്. ബിജെപിയുടെ ഭരണ പരീക്ഷണം. തിരുവനന്തപുരം ഈ പരീക്ഷണത്തിന്റെ ലബോറട്ടറിയാകും. ഇവിടെ വിജയം കൈവരിച്ചാൽ കേരളത്തിൽ ബിജെപിക്ക് സാധ്യതയില്ല എന്ന പഴയ വാദങ്ങൾ ഒളിഞ്ഞു വീഴും. നഗരത്തിന്റെ മുഖം മാറിയാൽ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ മനോഭാവവും മാറും. അതിനാൽ തന്നെ രാജേഷിന്റെ മുന്നിലെ ഉത്തരവാദിത്വം ഭാരമേറിയതാണ്.
പക്ഷെ അതിനൊപ്പം തന്നെ കേരളത്തിന്റെ ഭാവിയെ കൂടുതൽ പുരോഗമനപരമായ വഴിയിലേക്ക് നയിക്കാനുള്ള വലിയ അവസരവും ബി ജെ പിക്ക് ഇതുതന്നെയാണ്.